ധർമ്മസ്ഥലയിലെ നേത്രാവതി പുഴയോരത്ത് നിന്ന് പുരുഷന്റെ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി. സാക്ഷി പറഞ്ഞ 6ാമത്തെ സ്പോട്ടിൽ നിന്നാണ് 15 അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചത്. തിരച്ചിലിന്റെ 3ാം ദിവസം നിർണായകമായ കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ദുരൂഹത നീങ്ങാൻ സമഗ്രമായ അന്വേഷണം തുടരേണ്ടി വരും. ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട 100-ലേറെ പേരുടെ മൃതദേഹം നേത്രാവതി പുഴയോരത്തെ വനഭൂമിയിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലിനെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസമായി പോലീസ് സ്ഥലത്ത് തിരച്ചിൽ നടത്തുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ 2 ദിവസം കൊണ്ട് 5 സ്ഥലങ്ങളിൽ കുഴിയെടുത്ത് പരിശോധിച്ചു. എന്നാൽ ഒന്നും കണ്ടെത്താനായിരുന്നില്ല. 3ാം ദിവസം 6ാം പോയിന്റിലെ പരിശോധനയിൽ അസ്ഥികൂട ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. 2.5 അടി കുഴിച്ചപ്പോഴാണ് ചിന്നിച്ചിതറിയ നിലയിൽ അസ്ഥികൂട ഭാഗങ്ങൾ ലഭിച്ചത്. ഫോറൻസിക് സംഘം അസ്ഥിഭാഗവും മണ്ണും ശേഖരിച്ചു. സംഭവ സ്ഥലത്ത് വച്ചു തന്നെ മഹസർ നടപടികളും പൂർത്തിയാക്കി. അസ്ഥി പുരുഷന്റേതാണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും പ്രായപ്പഴക്കം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അസിസ്റ്റന്റ് റവന്യൂ കമ്മീഷണർ സ്റ്റെല്ല വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു മഹസർ നടപടികൾ പൂർത്തിയാക്കിയത്. തുടർന്ന് പ്രത്യേകം ബാഗുകളിലാക്കി അസ്ഥികൂട ഭാഗങ്ങൾ സീൽ ചെയ്തു. ഇപ്പോൾ അസ്ഥികൂടം കണ്ടെത്തിയ സ്ഥലത്തു തന്നെ 7 മൃതദേഹം സംസ്കരിച്ചിട്ടുണ്ടെന്ന് സാക്ഷി ആവർത്തിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കണ്ടെത്തിയ അസ്ഥികൂട അവശിഷ്ടങ്ങൾ പ്രത്യേകം ബോക്സുകളിലാക്കിയത്. ഇതേ കുഴിയിൽ JCB എത്തിച്ച് ആഴത്തിൽ കുഴിയെടുത്തെങ്കിലും മറ്റൊന്നും കണ്ടെത്താനായില്ല. എന്നാൽ നേത്രാവതി പുഴയിൽ ചാടി മരിക്കുന്ന അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ പുഴക്കരയിൽ കുഴിച്ചിടാറുണ്ടെന്ന് ധർമ്മസ്ഥല ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നു. He knows this place because he was working here only at that river area only. He was working. We well known for that, and he knows that some bodies were buried there, and it was, if it is dug, it will be found there. Everything he knows. He knows the history of this place. Hence they captured him, and now they are directing him to say something and acting upon their direction. വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, ധർമ്മസ്ഥല.